എല്ലാവർക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. Can you feel it wrapped around your soul? അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിന്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓലന്റെ റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു സദ്യ വിഭവങ്ങളിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസിലെ ഒന്നാണ് ഓലൻ. കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുമ്പളങ്ങയും ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 3 വിസിൽ മതിയാകും. നമ്മൾ പലതരത്തിലുള്ള ഓലൻ ഉണ്ടാക്കാറുണ്ട്. മത്തങ്ങയും പയറും ഉണ്ടാക്കാറുണ്ട്, അതുപോലെ കുമ്പളങ്ങയും പയറും ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഓലനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓലൻ വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മുടെ തേങ്ങാപ്പാലിന്റെ 2ാം പാൽ ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഓലന്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് ഈ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഒന്നും കൂടി ആ 2ാം പാലൊന്ന് വറ്റി ഒന്നുകൂടി കുറുകി വരണം. പിന്നെ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചും കൊടുക്കാം കേട്ടോ. ഒരു തവി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഓലനൊന്ന് കുറുകി വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ശരിക്കും അവിടെ ഇരുന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പൊ നമ്മുടെ ഓലന്റെ കഷ്ണങ്ങൾ നന്നായിട്ട് ഉടഞ്ഞ് ആ 2ാം പാലൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ 1ാം പാല് നല്ല കുറുകിയ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഇന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ. തിളച്ചു കഴിഞ്ഞാൽ ഈ പാല് പിരിഞ്ഞു പോകും. ഇനി അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓലൻ റെഡിയായി. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായതും അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഓലനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.